ആ കുട്ടിച്ചേനായി തന്നെ ഇട്ടേക്കണം. അടുത്ത കൊല്ലത്തിന് ഉണ്ടായിക്കോളും. അടുത്ത കൊല്ലത്തിന് ഉണ്ടാകാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ തന്നെ ഉണ്ടായാൽ കുടുങ്ങാൻ പറ്റില്ല. വിക്കാസ് മുറിന് എഴുതി കിട്ടും. വമ്പൻ ചേനയാണല്ലോ. ആ കുട്ടീനെ കഴിക്കാണ്ടിട്ടാണ് വണ്ടിയൊക്കെ കിട്ടുന്നത്. ഇത് കഴിഞ്ഞാൽ കളക്കാത്ത ചേനയില്ലേ എങ്ങനെ എപ്പോഴും നന്നാക്കുക. നമ്മൾ വേറൊരു വിത്തുകൂടി ഉണ്ടോ? വേറെ വലിപ്പമുള്ള ഉണ്ടാക്കിയാൽ അത് വേറെ ഇവിടെ നടാം. ചിലപ്പോൾ ഉണ്ടാവും. വേറെ വലിപ്പമുള്ള ഉണ്ടാക്കിയാൽ ഇതാ ഒരു വലിയ ചേന കളച്ചെടുത്തു. ആ കുയ്യിൽ തന്നെ ഒരു ചെറിയ ചേന കുത്തി നട്ടും ചെയ്തു. അപ്പം അതെന്തൊക്കെയുണ്ട് മക്കളെ എല്ലാവരും വർത്താനം? സുഖമാണ് മക്കൾക്ക്. ഞങ്ങൾക്ക് സുഖമാണ് കേട്ടോ. അല്ലെങ്കിൽ എല്ലാവരും കറി വെക്കാൻ ഒരു ചേന കളക്കുകയാണ്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചേമ്പിൻ്റെ മരട് കളിച്ചത്. ചേനയൊക്കെ കളിച്ചെടുത്ത് മണ്ണൊക്കെ കളയട്ടെ. ഇത് കഴിഞ്ഞ് ഓരോ മരട് കളക്കുമ്പം ആ കുഞ്ചിന് തന്നെ ഒരു വിത്തിട്ട് വെക്കുന്നതാട്ടോ. അപ്പോൾ ഈ കൊല്ലം വലിയൊരു ചേനയാണ്. വലിയ വിത്താണ് നട്ടാൽ. വലിയ വലിപ്പമൊന്നുമില്ലെങ്കിലും 2 ദിവസം കറി കിട്ടാലോ. ഇവിടെ കടന്നാൽ ചവിട്ടി ചമ്മന്തി ആവും. ഓരോരോ ചേന കുട്ടിയ ചേന ചേമ്പ് കളിച്ച കുഞ്ചി കിട്ടാതീന്. ഇറച്ചിക്കറിൻ്റെ അതേ കജ്ജുമല്ലാതെ ഞാനുള്ളൊരു കറി വെക്കാത്ത കേക്ക് മുറിച്ച് നല്ലോണം ഇതാക്കി കഷ്ണം നുറക്കട്ടെ. ചൊറിച്ചിലുണ്ടാവും കേട്ടോ. ഞാൻ കയ്യിലൊരു കേസൊക്കെ ഇട്ട് കണ്ടാണിത് തോലൊക്കെ ചെത്തിയത്. ഇനിയിപ്പോൾ വേഗം നുറുക്കി അടുപ്പത്താണ് വെക്കുക. നല്ല ചൊറിച്ചിലാണ്. തിളച്ചാൽ പോകും കേട്ടോ. അത് വെന്ത് കഴിഞ്ഞാൽ പിന്നെ ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല. ഇപ്പം ചേന നല്ലോണം വേവും ചെയ്തിട്ടോ. ഇത് നല്ല പൊടിയൊക്കെ മൂത്ത് നല്ല കത്തിയൊന്നും പറ്റണില്ല. മൂത്തിട്ട് തന്നെയാണ് ഇതിൻ്റെ തണ്ടൊക്കെ പോയത്. തണ്ട് പോയ ചേനയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ കളക്കാം. ഒക്കെ മുറിച്ച് ചട്ടിയിലൊക്കെ ഇട്ട് തക്കാളിയും പച്ചമുളകും ഒരു സവാളയും നല്ല രസമായിട്ട് ഈ കറി ഇങ്ങനെ ഒന്ന് വെച്ച് വെക്കണ്ടേ. ഇറച്ചിക്കറിൻ്റെ അതേ ടേസ്റ്റാണ്. ഇതിലേക്ക് രണ്ടും വെളുത്തുള്ളി ചതച്ചിട്ടതാണ്. തോലൊന്നും പൊളിച്ചില്ല. അങ്ങനെ കുത്തി ചതച്ചിട്ടൊക്കെയാണ്. ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ഉള്ളി, മുളക്, പെരിഞ്ചീരം, മഞ്ഞൾ, ഉപ്പ്, 2 അല്ലി കറിവേപ്പില. ഇറച്ചിക്ക് നാടൻ ഇറച്ചി ചാറ്റക്കൊക്കെ ഇപ്പോൾ ഇതൊക്കെ ഇടല് അതേപോലെ തന്നെ വേകാനുള്ള വെള്ളം. പിന്നെ ഇത് ഞാൻ തേങ്ങ അരക്കാതെയാണ് ഉണ്ടാക്കണം കേട്ടോ. വറുത്തുമ്പിച്ചാണ്. ഈ തേങ്ങ അരച്ചുണ്ടാക്കണമെങ്കിൽ ഇതിലേക്ക് വെന്തിട്ട് തേങ്ങ വറന്നാലും മതി. തേങ്ങ അരക്കണേക്കാളും രസം ഇങ്ങനെ വെച്ച് തൂമ്പിച്ചുമ്പോൾ. ചോറ് ഇവിടെ വെച്ചത് ചോറട വേവുന്നുണ്ട്. കറി ഇവിടെ മുറ്റത്ത് ഇവിടെ ഈ അടുപ്പത്ത് വെക്കുക. ഈ വക കറിയൊക്കെ പിന്നെ
അടുപ്പത്തും മണ്ണിൻ്റെ ചട്ടിയിലൊക്കെ തന്നെ വെക്കണം. അപ്പോഴാണ് അധികം രസം ഉണ്ടാവുള്ളൂ. കറിയൊക്കെ കൊണ്ട് ചെറിയ കരിഞ്ഞ് കറിവേപ്പിൻ്റെലൊക്കെ ഇട്ട് കറി വെച്ചെടുക്കാം. നല്ല വെന്ത് അലിഞ്ഞ് കറി ഒറ്റ കറിയാവും. എൻ്റെ കഷ്ണം ഇങ്ങനെ പൊറുക്കി തിന്നാൻ കിട്ടണം. ഇളക്കിയപ്പോൾ അത് ആകെ മത്തൻ കറിയാവും. അത്ര കലിഞ്ഞുകൊണ്ടാണത്. കറിയാക്കേണ്ടവർക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ കറിയാവും, പറ്റ കറിയാവും. അങ്ങനെ ആവേണ്ട, കഷ്ണം കിട്ടണം. അതാണ് ഇപ്പോൾ ഇങ്ങനെ ആക്കിയത്. Này còn